പ്രേമലു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, ഇത് റിവ്യൂ ഒന്നുമല്ല, എനിക്ക് തോന്നിയത് യഥാർത്ഥ ജീവിതത്തിലാണെങ്കിൽ എങ്ങനെയാവും ഈ സംഭവങ്ങൾ നടക്കുക. ശരിക്കും അതിലെ നായിക ഈ കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ജെൻസിയുടെ കാലഘട്ടത്തിലെ ഒരു പെണ്ണ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ് ബിഹേവ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നായകൻ ഒരു കാരണവശാലും ഒരാണും പെരുമാറരുതാത്ത രീതിയിലാണ് പെരുമാറിയിരിക്കുന്നത്. ഒരാണും ഒന്നും രണ്ടും മൂന്നും തവണ റിജക്ഷൻ കഴിഞ്ഞിട്ട് ഒരു പെണ്ണിൻ്റെയും പുറകെ നടക്കരുത്. നടന്നാൽ അവർക്ക് നിങ്ങളെ ഒരു വിലയുണ്ടാവില്ല. ഇനി അഥവാ അങ്ങനെ അങ്ങ് ഒരുമിച്ച് ജീവിച്ചാൽ പോലും നിങ്ങളെ അവൾക്ക് ബഹുമാനിക്കാൻ കഴിയില്ല. നിങ്ങൾ പറയുന്ന വാക്കിന് അവൾ വില തരില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങളിങ്ങനെ അവിടെ പുറകേ നടക്കുകയായിരുന്നു. അവിടെ എത്രയോ തവണ വേണ്ടാന്ന് പറഞ്ഞു, എത്രയോ തവണ അവൾ അകറ്റി നിർത്താൻ നോക്കി, എന്നിട്ടൊക്കെ നിങ്ങൾ അവിടെ പുറകെ നടക്കുക. അപ്പം പിന്നെ അങ്ങനെ ഒരാളിനെ ഒരു പെണ്ണും വില വെക്കത്തില്ല. അത് അവരുടെ കുറ്റം കൊണ്ടൊന്നുമല്ല, അങ്ങനെ ഒരാണ് ബഹുമാനം അർഹിക്കുന്നുമില്ല. അതാണ്, ആണുങ്ങളുടെ വില കീപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് തരേണ്ട കാര്യവുമില്ലല്ലോ. പിന്നെ നായികയുടെ ബുദ്ധി, അല്ലെങ്കിൽ അവൾ കൃത്യമായി സ്ട്രാറ്റജൈസ് ചെയ്തു എന്ന് പറയുന്നതാണ് ശരി. നായിക ഒരു പെണ്ണ് എങ്ങനെയാണോ പെരുമാറേണ്ടത് അങ്ങനെ തന്നെയാണ് പെരുമാറിയത്. കൃത്യമായി അകത്തിയും അടുപ്പിച്ചും അവനുമായിട്ടുള്ള ബന്ധം വിട്ടുപോകാതെ നോക്കാനും അവൾക്ക് പറ്റി, അങ്ങനെ അവനെ കൂടെ കൊണ്ട് നടക്കാനും പറ്റി. എന്നാൽ അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവിടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ അവനെ വേണ്ടാന്ന് പറഞ്ഞത്? ഇല്ല. ഈ കാലഘട്ടത്തിൽ ഏത് പെണ്ണും അങ്ങനെ ഒരു സേഫായ ഓപ്ഷൻ കരുതി വെക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് സേഫാക്കി നിർത്തിക്കൊണ്ട് തന്നെ സിംഗിൾ ലൈഫ് അടിച്ചു പൊളിക്കുക, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. അവിടെ ബെറ്റർ ഓപ്ഷൻ കിട്ടുക എന്ന് ഇവനോട് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അപ്പം പിന്നെ നിങ്ങൾക്ക് മനസ്താപമൊന്നും വേണ്ട. ബെറ്റർ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ അത് ചൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇവൻ രക്ഷപ്പെടും എന്ന് ഏകദേശം ഉറപ്പായാൽ ഇവനെ തന്നെ തിരഞ്ഞെടുക്കുക. അതിലെ നായിക കൃത്യമായ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവൻ കൃത്യമായി രക്ഷപ്പെടും, UK പോവുകയാണ്, രക്ഷപ്പെടും എന്നായപ്പോൾ അവൾക്ക് പെട്ടെന്ന് പ്രേമമുണ്ടായി. അവനോട് പറയുകയും ചെയ്തു. ഇത്രയും കാലം എന്താ, അതൊരു മടിയൊന്നുമല്ല. ഒരു പെണ്ണും മടിച്ച് നിൽക്കത്തില്ല. ഇഷ്ടമുണ്ടെങ്കിൽ അത് കൃത്യമായി, അങ്ങനെ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്താൽ അത് കൃത്യമായി പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ്. അവൾ കൺഫ്യൂഷനിലായിരുന്നായിരിക്കാം, വേണോ വേണ്ടായോ, ഇവൻ രക്ഷപ്പെടുമോ ഇല്ലയോ. രക്ഷപ്പെടും എന്ന് ഉറപ്പായപ്പോൾ അവൾ കൃത്യമായി പറഞ്ഞു. മുമ്പ് അവൾക്ക് ആ ഒരു ഇതില്ലായിരുന്നു, ഫീലിംഗ് ഇല്ലായിരുന്നു ഇവൻ രക്ഷപ്പെടുമെന്നോ. അല്ലെങ്കിൽ ഇവർക്ക് മറ്റു ഓപ്ഷനുകൾ നോക്കാൻ സമയം ഇഷ്ടം പോലെ ഉണ്ട്, മറ്റു ഓപ്ഷനുകളൊക്കെ നോക്കുക. ബെറ്റർ ചോയ്സ് കിട്ടുകയാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇതും ഇനിയും വേണമെങ്കിലും അവൾക്കത് ചെയ്യാം. ലോങ് ഡിസ്റ്റൻസ് ആണ്. ആ ക്ലൈമാക്സ് പോലും നായികയെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നായികയല്ല. അതാണ് യഥാർത്ഥ ജീവിതത്തിൽ ഒരു പെണ്ണ് ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായി പ്ലാൻഡാന്ന് പറയേണ്ടി വരും. ക്ലൈമാക്സിൽ പോലും അവൾക്ക് ധാരാളം ഓപ്ഷൻസ് ഇട്ട് തന്നെയാണ് ക്ലൈമാക്സ്. ഇനി അവനങ്ങ് പോവും, ലോങ് ഡിസ്റ്റൻസ് ആണ്. അവൾക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നഗരത്തിലായിരിക്കും അവൾ ജീവിക്കുന്നത്. അവൾക്ക് അവിടെ ആരെങ്കിലുമൊക്കെ കാണുകയോ ഡേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അതിനൊന്നും നായകനൊരു തടസ്സമല്ല. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നതിനിടയിൽ നല്ല ഓപ്ഷൻ വന്നാൽ അത് സ്വീകരിക്കാം. ജസ്റ്റ് അവനൊരു മെസ്സേജ് അയക്കുന്ന പാടേ ഉള്ളൂ. അതെ, ലോങ് ഡിസ്റ്റൻസ് ശരിയാവില്ല എന്ന് എല്ലാവരും പറയുന്നതല്ലേ.
എന്നാൽ നമുക്ക് നിർത്തിയേക്കാവുന്നു. ഒറ്റ മെസ്സേജ് അവിടെ ഭാഗം ക്ലിയറായി. ശരിക്കും ഒരു മോഡേൺ പെൺകുട്ടി ചെയ്യേണ്ടത് തന്നെയാണ് നായിക ചെയ്യുന്നത്. ഒരിക്കലും ഒരാണ് ചെയ്യരുതാത്തതാണ് നായകൻ ചെയ്യുന്നത്. അതാ എൻ്റെ അഭിപ്രായം. ഒരു പെണ്ണിൻ്റെയും പുറകെ ഇങ്ങനെ നടക്കരുത്. നടന്നാൽ നിങ്ങൾക്കൊരു വിലയും ജീവിതത്തിലുണ്ടാവില്ല. ഇനി കല്യാണം കഴിച്ചാലും ഇല്ല, ഇല്ലേലും ഇല്ല. ഒരു പെണ്ണ് നിങ്ങളെ വില വെക്കത്തില്ല.